മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ വഖഫ് നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ ഇന്ന് ഇടക്കാല വിധിക്ക് സാധ്യത. വഖഫ് നിയമം ചോദ്യം ചെയ്ത് വിവിധ കക്ഷികൾ സമർപ്പിച്ച ഹർജിയിൽ പ്രസ്തുത നിയമത്തിലെ 2 വ്യവസ്ഥകൾ താൽക്കാലികമായി തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ 3 ആഴ്ചകൾക്ക് ശേഷമാണ് വിഷയം വീണ്ടും കോടതി പരിഗണിക്കുന്നത്. MG മിഥുനുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന്. മിഥുൻ, നമുക്കറിയാം നേരത്തെ ഈ ഹർജി പരിഗണിച്ചപ്പോൾ പ്രധാനപ്പെട്ട 2 വ്യവസ്ഥകൾ തടഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായത്, ഉത്തരവുണ്ടായത്. ഇത് ഒരു പൂർണ്ണമായും സ്റ്റേ ചെയ്യുന്ന തരത്തിൽ ഒരു ഇടക്കാല വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഹർജിക്കാർ? ആര്യ, ഇന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായിട്ടുള്ള 3-അംഗ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുകയും ചെയ്യുന്നത്. നേരത്തെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചതിലൂടെ നിലവിൽ തൽസ്ഥിതി തുടരണമെന്നുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതി മുന്നോട്ട് വെക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ 7 ദിവസത്തിനകം തന്നെ ഇക്കാര്യത്തിൽ ഒരു മറുപടി സത്യവാങ്മൂലം കേന്ദ്രം നൽകണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീം കോടതിയിൽ ഇത്തരത്തിൽ കേന്ദ്രം സത്യവാങ്മൂലം നൽകിയിരുന്നു. അതിൽ ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. അതിന് എതിരായി ഇപ്പോൾ മുസ്ലിം വ്യക്തിഗത നിയമ ബോർഡും ഒപ്പം തന്നെ സമസ്തയും മുസ്ലിം ലീഗും എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. അധിക സത്യവാങ്മൂലം എന്ന രീതിയിലാണ് ഇത് സമർപ്പിക്കുകയും ചെയ്തത്. അതായത് കേന്ദ്രം സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള ഈ ഒരു സത്യവാങ്മൂലത്തിൽ കൂടുതൽ കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ചിരിക്കുകയാണ്. അതായത് 2013 ഭേദഗതിക്ക് ശേഷം 116% ഇത്തരത്തിൽ വഖഫ് സ്വത്തുകളിൽ കൂടുതൽ മേൽക്കൈ ഉണ്ടായിട്ടുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതൊക്കെ കേന്ദ്രം പെരുപ്പിച്ച് കാണിക്കുകയാണ്. ഈ ഒരു വിഷയം അത് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വലിയ ആശങ്ക പരത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേ ചെയ്യരുത് എന്നുള്ള കേന്ദ്രത്തിന്റെ ആവശ്യം അതൊരിക്കലും അംഗീകരിക്കരുത് എന്നുള്ള കാര്യം പ്രധാനമായും ഈ മുസ്ലിം സംഘടനകളും ഒപ്പം തന്നെ സമസ്തയടക്കമുള്ള പ്രധാനപ്പെട്ട വിഭാഗങ്ങളും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി ഈ ഒരു കേസ് കോടതിയുടെ പരിഗണനയിലേക്ക് വരും. അതിൽ ഒരു ഇടക്കാല വിധി ഇന്നുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അത് ഏത് തരത്തിലാകും എന്നുള്ളതാണ് നമുക്ക് ഈ കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഒരു സ്റ്റേയിലേക്ക് പോകുമോ എന്നുള്ളതാണ് കാണേണ്ടത്. കാരണം മുൻകാലങ്ങളിലെ കാര്യങ്ങൾ കൂടി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നതാണ്. അതായത് ഹിന്ദു മതസ്ഥാപനങ്ങളിലും ഒപ്പം തന്നെ സിഖ് മതസ്ഥാപനങ്ങളിലും ഭരണത്തിനായി രൂപീകരിച്ചിട്ടുള്ള നിയമത്തിന് വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു കാര്യം വഖഫുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നടപ്പാക്കരുത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ മുസ്ലിം ലീഗ് നൽകിയ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പരിഗണിച്ചു വേണം ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഈ ഒരു ഹർജികളിൽ ഉൾപ്പെടുന്നുണ്ട്. ഏതായാലും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായിട്ടുള്ള ഈ ബെഞ്ച് ഇന്നൊരു ഇടക്കാല ഉത്തരവ് ഇതിന്മേൽ പുറപ്പെടുവിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.